CA ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്ക് ഹോൾഡർ കേരളത്തിൽ വന്ന സമയത്ത് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എങ്ങനെ ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു റാങ്ക് സാധ്യമായി ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. സോ ആ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു Q&A സെക്ഷൻ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവർക്കും ഒരുപാട് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയായിരുന്നു ആളുടെ ഒരു സ്റ്റഡി പ്ലാൻ, റാങ്ക് ലക്ഷ്യം വെച്ചാണോ പഠിച്ചത്, ആൻഡ് പഠിക്കുന്ന സമയത്തിൻ്റെ സ്ട്രെസ്സുകൾ എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു എക്സാമിനേഷൻ എഴുതുമ്പോൾ, ഇതെല്ലാം അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ആ ഒരു ചോദ്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. സോ കുട്ടികൾക്ക് വളരെ എക്സൈറ്റിംഗ് ആണ്, ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. സോ വിത്ത് മീ ഓൾ ഇന്ത്യ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ഫാത്തിമ ഷസ. 10th കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് സാധാരണ എനിക്ക് തോന്നുന്നു 10th പഠിക്കുമ്പോൾ തന്നെ CA ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്ലാനിങ് തുടങ്ങും. എനിക്ക് കൊമേഴ്സ് എടുക്കണം, കൊമേഴ്സിൽ ഒരു കൊമേഴ്സ് മാത്സ് എടുക്കണം, അങ്ങനെ CA പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷസ ആക്ച്വലി 10th കഴിയുന്ന സമയത്ത് തന്നെ ഒരു കൊമേഴ്സ് എന്നുള്ളൊരു ഒപ്റ്റാണോ അതോ സയൻസ് ആണോ, എന്തായിരുന്നു അന്നത്തെ ഒരു മൈൻഡിലുണ്ടായിരുന്നു ആദ്യം? എനിക്ക് സയൻസിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, സോഷ്യൽ സയൻസും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ബെസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് ആണല്ലോ. പിന്നെ ഞാൻ വിചാരിച്ച കൊമേഴ്സിൽ മാത്സ് ആയിരിക്കും. അതിങ്ങനെ ഒരു CA എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കൊമേഴ്സ് ചൂസ് ചെയ്താണോ അതോ ജസ്റ്റ് റാൻഡമായിട്ട് ഒരു സയൻസിന് ശേഷം അടുത്ത കൊമേഴ്സ് ആ ഒരു ചോയ്സ് ആണോ, എങ്ങനെയാണ്? കൊമേഴ്സ് അങ്ങനെ എടുത്തതാ. പിന്നെ കൊമേഴ്സിലെ ഓപ്ഷൻസ് നോക്കുമ്പോൾ CA ആണല്ലോ ബെസ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ പിന്നെ അങ്ങനെ CA എടുക്കാം, അപ്പോൾ കൊമേഴ്സ് തന്നെയാണ് അതിനും നല്ലത്, കൊമേഴ്സ് മാത്സ് ആണ് അതിന് നല്ലത്. ആ ഗൈഡൻസ് ആയിരുന്നു ആക്ച്വലി. ഒരു കൊമേഴ്സ് മാത്സ് എടുത്ത കുട്ടികളാണ് ആക്ച്വലി നന്നായിട്ട് പെർഫോം ചെയ്യുക, പ്രത്യേകിച്ച് അതിൻ്റെ ഫൗണ്ടേഷനിലേക്ക്. സോ അത് ആരും തന്നൊരു ഗൈഡൻസ് ആണ്, കൊമേഴ്സ് മാത്സ് തന്നെ ചൂസ് ചെയ്യണമെന്ന് ഈ CA എന്നുള്ള ലൈഫ് കണ്ടുകൊണ്ട് ആരും തന്ന ഗൈഡൻസ് ആണോ അതോ ഷെസ ചൂസ് ചെയ്തൊരു പാത്താണോ CAക്ക് വേണ്ടിയിട്ടുള്ളത് അതോ റാൻഡമായിട്ട് എടുത്തതാണോ? അത് ഞാൻ തന്നെ റിസർച്ച് ചെയ്തിരുന്നു CA ഫൗണ്ടേഷൻ സബ്ജക്ട്സ്. അപ്പോൾ പിന്നെ കൊമേഴ്സ് മാത്സിനായിട്ട് കുറേ സെയിം സബ്ജക്ട്സ് ഉള്ളതുകൊണ്ട് സോ ഐ ചോസ് കൊമേഴ്സ്. കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബിഗിനിങ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ CAക്ക് വേണ്ടി ബിഗിനിങ് ഉണ്ടായിരുന്നോ കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ? ഇല്ല, എനിക്ക് കൊമേഴ്സ് എടുത്തപ്പോൾ തന്നെ അക്കൗണ്ട്സ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അക്കൗണ്ട്സ് നന്നായി പഠിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ മാത്രമാണല്ലോ ഫൗണ്ടേഷൻ. +1 +2 കൊമേഴ്സിൻ്റെ അഡ്വാൻസ്ഡ് ലെവലാണ് ഫൗണ്ടേഷൻ. അപ്പോൾ കാര്യമായിട്ട് വേറെ ക്ലാസ് ഈ +2 പഠിക്കുമ്പോൾ നല്ലൊരു ബേസ് കിട്ടി എന്നുള്ളത് കൊണ്ട് അത് CA ഫൗണ്ടേഷനിലോട്ട് വരുമ്പോൾ കാര്യമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടോ അതോ ഇവിടെ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തോ? ഇല്ല, അത് കൊമേഴ്സിൻ്റെ ബേസ് നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. അക്കൗണ്ട്സ് ഒക്കെ ലൈക്ക് ഓൾമോസ്റ്റ് നന്നായി അറിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു CA വരുന്ന കുട്ടി ആക്ച്വലി തോന്നുന്നു അതിൻ്റെ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് +2 ലെവൽ കൊമേഴ്സ് സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു പ്ലാൻഡ് അല്ലെങ്കിൽ പോലും ആ ബിഗിനിങ് കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ആ കൊമേഴ്സ് മാത്സ് ചൂസ് ചെയ്തത് കറക്റ്റ് ബിഗിനിങ്. ഞാൻ എപ്പോഴും കുട്ടികളോട് സജസ്റ്റ് ചെയ്യുന്നൊരു ട്രാക്ക് അത്, ഇഫ് ദേ ചൂസ് CA ഫൗണ്ടേഷൻ. ഇനി എങ്ങനെയാണ് അത് പ്രൊഫിൻസിലോട്ടുള്ള ഒരു ജേർണി ആയിട്ട് മാറുന്നത്? +2 കഴിഞ്ഞപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന അങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പ്രൊഫിൻസിൻ്റെ പാത്ത് എക്സാമിൻ്റെ ഒരു ആഡ് കണ്ടു. അപ്പോൾ പിന്നെ അത് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. അത് എഴുതിയപ്പം സെക്കൻഡ് റാങ്ക് കിട്ടി. അങ്ങനെ പ്രൊഫിൻസ് സെക്കൻഡ് റാങ്ക് ആയിരുന്നു അല്ലേ? നമ്മളെല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു ഒരു 50% കുട്ടികൾക്ക് നമ്മൾ എല്ലാ ബാച്ചിലും പാത്ത് വഴി വരുന്നവരാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും 10%, 20%, 30% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടോപ്പ് 2 വരുന്നവർക്ക് 100%, 50% സ്കോളർഷിപ്പ് കൊടുക്കാറ്. അപ്പോൾ നിങ്ങൾ അതിലൊരാളായിരുന്നു. ഫൗണ്ടേഷൻ റിസൾട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഓൾ കേരള ഒരു ടോപ്പ് സ്കോർ ആയിട്ടാണ് അന്ന് നമ്മൾ ഇതേപോലെ ഒരു ക്യാമറ മുമ്പിൽ വന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ചെറുതോടെ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരുന്നു ഫോർ ദ ഇൻ്റർ എക്സാം. സോ നൗ ഇറ്റ്സ് അഗെയിൻ വിത്ത് ക്യാമറ വിത്ത് ഇൻ്റർമീഡിയറ്റ് റാങ്ക്. സോ എങ്ങനെയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഫൗണ്ടേഷനിലും കേരള ടോപ്പ് ആവുന്നു ആൻഡ് കമ്മിങ് ടു ഇൻ്റർ അതിനേക്കാൾ ഡിഫിക്കൽട്ടാണ്, ഒരുപാട് സ്ട്രെസ്സ് കൂടുതലാണ്, എന്നിട്ടും ആ ഇൻ്ററിലും നമുക്കൊരു ഇതുവരെ ആർക്കും കിട്ടാത്ത റാങ്ക് നമുക്ക് ലഭിക്കുക ഇൻ്റർമീഡിയറ്റിൽ. അതെങ്ങനെയാണ് ആ കണ്ടിന്യൂസ് ജേണി എങ്ങനെ സാധ്യമാവുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനൊക്കെ? സ്റ്റഡി പ്ലാൻ ഞാൻ ഫൗണ്ടേഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. ക്ലാസ് ശ്രദ്ധിച്ചാൽ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഒക്കെ ക്ലാസ്സിൽ നിന്ന് തന്നെ അങ്ങനെ പഠിഞ്ഞു പോകും. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കാര്യമായിട്ട് ഇരുന്ന് പഠിക്കേണ്ടി വരില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കാൻ പറ്റും. തിയറി സബ്ജക്ട്സ് പിന്നെ ക്ലാസ് കേട്ടാലും നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞങ്ങൾ കുട്ടികളോടൊക്കെ ഈ ബിഗിനിങ്ങിൽ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ CA ആണോ നിങ്ങളുടെ ലക്ഷ്യം, ഡെയിലി 5 മണിക്കൂർ പഠിക്കണം, സ്റ്റഡി ലീവിന് ഞായറാഴ്ച ദിവസങ്ങളിൽ 7 മണിക്കൂർ പഠിക്കുന്നത് ഞങ്ങൾ വെറുതെ പറയും, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി അത് കറക്റ്റാണ്. അത്രയും അവർ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ അതോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ക്ലാസ് ടൈമിൽ പഠിത്തം പിന്നെ വീട്ടിൽ ചെന്നുകൊണ്ട് ഒരു ചെറിയ പഠിത്തം അതിൽ CA ഒരു പാസ് എന്നുള്ളൊരു വലിയ റാങ്ക് ഒക്കെ സെക്യൂർ ചെയ്യാൻ സാധിക്കും? അവേഴ്സ് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ഞാനങ്ങനെ കുറേ ടൈമൊന്നും ഇരുന്ന് പഠിക്കില്ല, ക്ലാസ് ശ്രദ്ധിക്കും. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ചേ പഠിക്കാറുണ്ടായിരുന്നു. പിന്നെ സ്റ്റഡി ലീവിൻ്റെ ടൈമിലൊക്കെ അത്യാവശ്യം കൂടുതൽ ടൈം ആയിരിക്കും. ഇപ്പോൾ ക്ലാസ്സിലെ ഒരു പഠിത്തത്തിന് ശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡെയിലി അന്നെടുത്ത ടോപ്പിക് ഡെയിലി പഠിക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെ സ്ട്രക്ചർ അതുണ്ടോ അതോ സ്റ്റഡി ലീവിന് ഉണ്ടാക്കിയ സ്ട്രക്ചർ മാത്രമാണോ? അന്നെടുത്തത് പഠിക്കുന്നത് കുറവായിരുന്നു.
തിയറി ഒക്കെ അങ്ങനെ പഠിക്കണം, ഫസ്റ്റൊക്കെ അങ്ങനെ പഠിച്ചിരുന്നു, പിന്നെ ലാസ്റ്റിലേക്ക് അങ്ങനെ പഠിച്ചില്ല. പക്ഷെ അത് ആക്ച്വലി നല്ലതല്ല, എന്നെടുക്കും തിയറി ഒക്കെ അന്നന്ന് എടുക്കുന്ന അന്നന്ന് പഠിച്ചു പോയാൽ. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റഡി ലീവിനാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ഒരു ഇന്ററിൻ്റെ ഒരു 6 പേപ്പേഴ്സ് പഠിക്കുമ്പോൾ അത് അത്രയും വോളിയം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോർഡിനേറ്റഡ് സ്റ്റഡി പ്ലാൻ എങ്ങനെ വരുന്നത്? സ്റ്റഡി പ്ലാൻ ക്ലാസ് ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഞാൻ പ്രോഗ്രസ് എപ്പോഴും ട്രാക്ക് ചെയ്യും. ഫസ്റ്റ് തന്നെ സ്റ്റഡി ലീവ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ഞാൻ ഓൺ ട്രാക്ക് ആണോ ഓർ എം ഐ ലാഗിങ് ബിഹൈൻഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ്, ഓരോ സബ്ജക്റ്റ് ഓരോ പേജിൽ എഴുതിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ പേര് എഴുതും. എന്നിട്ട് ഫാക്കൾട്ടി മെറ്റീരിയൽ ചെയ്തോ, സ്റ്റഡി മെറ്റീരിയൽ ചെയ്തോ, ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്തോ, ടെസ്റ്റ് എഴുതിയോ എന്ന് പറഞ്ഞിട്ട് ഓരോ കോളംസ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്ത് പോകും. സാധാരണ ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചെയ്ത ആദ്യം തെറ്റ സ്റ്റഡി പ്ലാൻ ആണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതോ അത് കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ? പ്ലാൻസ് തെറ്റും, പക്ഷെ ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാ ഡേ അങ്ങനെ എന്തെങ്കിലും വെക്കും. പിന്നെ ലോങ് പ്ലാൻസ് ഉണ്ടാക്കൂല, 1 week 2 weeks ഒക്കെ വെക്കുള്ളൂ. അപ്പൊ പിന്നെ അത് ഫോളോ ചെയ്യുന്നതിന് വലിയ പണിയുണ്ട്. ഒരു 1-2 month പ്ലാൻ ഉണ്ടാവില്ല, ഒരു 1 weekന്റെ പ്ലാൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിരുന്നത് ക്വസ്റ്റ്യൻസ് കുറെ പ്രാക്ടീസ് ചെയ്യും, ടൈം വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാറ്. അപ്പൊ പിന്നെ എക്സാം ഹാളിൽ ടൈം വെച്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സപ്പോസ് 10 minutes എത്ര കൊടുക്കാറ്? ഒരു എത്ര ബിഗ് മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എത്ര സമയം അലോട്ട് ചെയ്യാറ്? ഡിപ്പെൻസ് ഓൺ ദി മാർക്ക്. ഇപ്പൊ നമുക്ക് എക്സാം ഹാളിൽ 100 മാർക്സിന് 180 minutes ആണല്ലോ കിട്ടുക. ദാറ്റ് ഈസ് 1.8 മാർക്ക് അല്ല 1.8 minutes ഫോർ ഈച്ച് മാർക്ക്. അപ്പോൾ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ ഇൻറ്റു 1.8 ചെയ്തിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ടൈം കണക്കാക്കിയിരുന്നു ഒരു ബിഗ് മാർക്ക് ക്വസ്റ്റ്യന്. അപ്പോൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ ആ ടൈം സെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു പ്രോബ്ലത്തിലൊക്കെ. ഫസ്റ്റ് റൗണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമുകൾ ആദ്യമായിട്ട് ഒരു പ്രോബ്ലം ചെയ്യും. അപ്പോൾ അക്കൗണ്ട്സിലോ FM ഒരു ഫസ്റ്റ് ടൈം ഇഫ് യു ആർ ഡൂയിങ് ദിസ് പ്രോബ്ലം നമുക്കത് ആ ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? ട്രൈ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ടൈം അല്ലേ, കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് വിചാരിക്കും. പ്രാക്ടീസ് ആ ടൈം നന്നായിട്ട് പ്രാക്ടീസ് നടത്തും. അപ്പോൾ ഈ ടൈം അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ കുറേ സമയം ബാക്കി ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. ഇതിലേതാ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഈ 6 പേപ്പറിൽ? യൂഷ്വലി എല്ലാവർക്കും ടൈം മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ ഈ 1.8 minute റൂൾ ചെയ്തോണ്ട് എനിക്ക് ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ടൈം കിട്ടിയിരുന്നു ഒരു സബ്ജക്ട് കഴിഞ്ഞ് ബാക്കി സമയമുണ്ട്. അക്കൗണ്ട്സിന് മാത്രമേ ലൈക്ക് കറക്റ്റ് ടൈമിന് തീർന്നു. ബാക്കി എല്ലാത്തിനും എനിക്ക് ടൈം ബാക്കി എൻഡിൽ നമുക്ക് കുറച്ച് സമയം ബാക്കി എഴുതിയതൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ അതിന്റെ സമയം കിട്ടിയിരുന്നു. പിന്നെ ഞാൻ കുറെ മോക്ക് എക്സാംസ് എഴുതുമായിരുന്നു. ഇവിടുത്തെ മോക്കും പിന്നെ ഞാൻ വേറൊരു മോക്ക് പർച്ചേസും ചെയ്തിരുന്നു. അതും അഗൈൻ ഈ ടൈം മാനേജ്മെന്റ് 1.8 minutes വെച്ചിട്ട്. അപ്പോൾ മോക്ക് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഓൾറെഡി ടൈം കാണിക്കുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ ചെയ്ത് തീർക്കണം. പിന്നെ അവർക്ക് അത് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് ഇവാലുവേറ്റ് ചെയ്യും, പിന്നെ ഫീഡ്ബാക്കും തരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താം. ആ സമയത്തൊക്കെ മാർക്ക് മോക്കിൽ നല്ല മാർക്കാണ് സ്കോർ ചെയ്തിരുന്നത്, കുറവ് മാർക്കാണ് സ്കോർ ചെയ്തത്? അത് ഡിപ്പെൻസ്. അത് ചാപ്റ്റർ വൈസും ഉണ്ട്, പിന്നെ ഫുൾ സബ്ജക്റ്റും ഉണ്ട്. ഫുൾ സബ്ജക്റ്റിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സബ്ജക്ട് വൈസ് ചാപ്റ്റർ വൈസ് എനിക്ക് അറിയുന്ന ചാപ്റ്റേഴ്സിൽ നല്ല മാർക്ക് ഉണ്ടാവും, ചിലത് കുറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു റിസൾട്ട് പാസ്സാവുക എന്നുള്ളെങ്കിൽ തന്നെ ഇനിയിപ്പോൾ റാങ്ക് പോട്ടെ, പാസ്സാവാൻ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാം റൈറ്റിംഗ് പ്രാക്ടീസ് അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് വേണം അല്ലേ? നല്ല ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിംഗ്. സിയുടെ സിലബസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. ഓരോ സബ്ജക്റ്റ് എടുത്താലും അത് ഭയങ്കര ഡെപ്താണ്. അപ്പോൾ പുതിയ സിലബസ് വന്നപ്പോൾ പോലും സബ്ജക്റ്റിൻ്റെ എണ്ണയെ കുറഞ്ഞിട്ടുള്ളൂ, ബുക്കിൽ കണ്ടൻറ്റിൽ മാറ്റങ്ങളില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഒരു ഹ്യൂജ് വോളിയം ഉണ്ടായിട്ട് പോലും ഓരോ സബ്ജക്റ്റ് എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് അത് ഒരു സ്ട്രെസ് ഇല്ലാതെ ആ ഒരു 2.5 മാസം സ്റ്റഡിയിൽ പഠിച്ച് തീർത്ത് അത് എക്സാമിന് അതുപോലെ കറക്റ്റ് ഓർമ്മ വരിക, അത് എഴുതുക? കുട്ടികൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ ഇതാണ്. പഠിക്കാൻ താല്പര്യമില്ലാത്തല്ല എല്ലാവർക്കും പ്രശ്നം. എല്ലാവർക്കും ഈ എക്സാമുകൾ ചെല്ലുമ്പോഴാണ് അവർക്കെല്ലാം നഷ്ടപ്പെടുന്ന മാർക്ക്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇത്രയും വാസ്റ്റ് സിലബസ് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഗ്രൂപ്പ് 1 നോക്കുകയാണെങ്കിൽ വി ഹാവ് 3 subjects: അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, ലോ ആൻഡ് ടാക്സേഷൻ. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ തന്നെ കുറേ ഉണ്ട്, 3 മൊഡ്യൂളിൽ കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ 3 ഫാക്കൽറ്റീസ് ആണല്ലോ എടുത്തത്, റംഷാദ് സർ, ഷെയ്ൽ സർ ആൻഡ് KP സർ. അപ്പം മൊഡ്യൂൾ 3 ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അഡ്വാൻസ് അക്കൗണ്ടിങ്. അതിനകത്ത് തന്നെ മേജർ പോർഷൻ ആയി തന്നെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രിപ്റ്റീവിലൊക്കെ. AS വരുന്നുണ്ട്, പക്ഷെ MCQലാണ് മെയിൻലി വരിക. സോ KP സർ ആണ് മൊഡ്യൂൾ 3 എടുത്തത്. ക്ലാസ് അത് കൂടുതൽ ഫോക്കസ് ചെയ്തു നിങ്ങൾ? കൂടുതൽ ഫോക്കസ് ചെയ്തു. ക്ലാസ് അതാണ് ഒന്നുകൂടെ എളുപ്പം. അഡ്വാൻസ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഏരിയ ആണ് ഒന്നുകൂടെ എളുപ്പമായിട്ട് വരുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ? എളുപ്പം ഡിപ്പെൻസ്. അതൊന്നും കൂടിയും കൺസെപ്റ്റാണ്, AS ഒന്നുകൂടിയും തിയറി പോലെയാണ്. അപ്പം KP സാറുടെ ക്ലാസ് തന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിരുന്ന ഇതിൽ അതോ ഫുൾ കവർ ചെയ്തോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഫുള്ള് കവർ ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്തൊക്കെ തിയറി ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് സ്കിപ്പ് ചെയ്തിരുന്നു. പിന്നെ അഭാഗ്യത്തിനായി അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ അത് വേണ്ടാന്ന് അർത്ഥം അല്ലേ? ഭാഗ്യം എപ്പോഴും അല്ലേ? പിന്നെ അതുപോലെ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഞാൻ ഫസ്റ്റ് പഠിച്ചിരുന്നു, സ്റ്റഡി ലീവിൻ്റെ ലാസ്റ്റിലേക്ക് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നോക്കിയേ ചെയ്തോളൂ, അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. And we come to the corporate law. It's also a huge volume, right?
അപ്പോൾ അതെങ്ങനെയാണ് ആ സബ്ജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്തിരുന്നത്? ലോ നമുക്ക് ജിഷാദ് സാർ നോട്ട് തരുമായിരുന്നു. അപ്പൊ നോട്ട് പഠിക്കാൻ നല്ല ഈസി ആയിരുന്നു. ലൈക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം നമ്മളത് എക്സ്ട്രാ ഇനി ഒരുപാട് റെഫർ ചെയ്യേണ്ടതുണ്ട്. ആ നോട്ട് അതൊരു എക്സ്ട്രാ കണ്ടന്റ് ഇപ്പോൾ ഒരുപാട് എഴുതണം എന്ന് പറയുമല്ലോ. ഇപ്പോൾ ക്ലാസ്സിൽ ഒരു പക്ഷേ ടു ദ പിൻ പോയിന്റ് ആയിരിക്കും സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അത് എക്സ്പ്ലനേറ്ററി ആക്കി പഠിക്കേണ്ടതുണ്ടോ? എങ്ങനെയായത് പഠിച്ചിരുന്നത്? ഞാൻ മെയിനായിട്ട് നോട്ട് തന്നെ നോക്കിയിരുന്നത്. പക്ഷെ സാർ തന്നെ ഞങ്ങളോട് പറയാറുണ്ട് ടെക്സ്റ്റും കൂടി റെഫർ ചെയ്തിരുന്നു. പക്ഷെ അതങ്ങനെ ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലത്. ഞാൻ നോട്ടേ നോക്കിയിരുന്നുള്ളൂ. ഞാൻ ICAക്ക് വേണ്ടത് ഷോർട്ട് ആൻഡ് അങ്ങനത്തെ ആൻസേഴ്സ് അല്ലേ, അപ്പം നോട്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയിരുന്നല്ലോ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും. അപ്പോൾ പിന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിൻ്റെ. പക്ഷെ എന്നാലും അതുപോലത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഫുള്ളി വന്നത്. അപ്പോൾ എക്സാം ഹോളിൽ കുറച്ച് പ്രശ്നം, ലോയിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ലോ ഒന്നുകൂടെ ഒരു മുൻകരുതൽ വേണ്ട പേപ്പറാണ്, റൈറ്റ് അല്ലേ? എനിക്ക് ഡിഫറൻസ് ഓരോരുത്തർക്കും. ഇനി when come to the taxation, it's not a single paper, right? It's 2 papers with a huge volume. ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മോർ ഡേയ്സ് കൺസ്യൂം ചെയ്യുന്ന 2 പേപ്പേഴ്സാണ്. ബട്ട് കമ്മിങ് ഇൻ 100 മാർക്ക്, റൈറ്റ്? ബട്ട് 2 പേപ്പേഴ്സായിട്ട് തന്നെ കാണണം. എങ്ങനെ പഠിച്ചത്? 2 പേപ്പറായിട്ട് പഠിച്ചത്, ഒരു സിംഗിൾ പേപ്പറായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തു? 2 പേപ്പറായിട്ട് തന്നെ, GST വേറെ DT വേറെ എന്നുള്ള പോലെ തന്നെ അതിനെ കണ്ടു, റൈറ്റ്? അപ്പോൾ 4 പേപ്പറായിട്ട് കാണണം എഫക്റ്റീവ്ലി അല്ലേ? 3 പേപ്പർ എന്ന് പറഞ്ഞാൽ അതെ. അപ്പം GST ലത്തീഫ് സാറ് ക്ലാസ്സും തന്നെ ഏകദേശം എല്ലാം പഠിയും. ലത്തീഫ് സാറിൻ്റെ ക്ലാസ്സിലോട്ട് നോക്കുമ്പോൾ സാർ ഇങ്ങനെ എണീപ്പിച്ചിരുന്നതാണ് ഞങ്ങളൊക്കെ. ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴേ കുട്ടികളൊക്കെ എണീറ്റിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളായിരിക്കും CA കുട്ടികൾ എണീറ്റിരിക്കുമ്പോഴേ അവർക്ക് ദേഷ്യമൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ എണീപ്പിച്ച് നിർത്തുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? എണീക്കാൻ പറയും, പഠിക്കുക, ഇരിക്കുക. അപ്പൊ ക്ലാസ്സിൽ തന്നെ ഫുൾ പഠിഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പോയിട്ട് റിവിഷൻ മാത്രമേ ചെയ്യാണ്ടായിരുന്നുള്ളൂ. പിന്നെ DT ഭാസ്കർ സാറായിരുന്നു. ക്ലാസ് നല്ലതായിരുന്നു. പിന്നെ ബുക്ക് ഭയങ്കര ഷോർട്ടാണ്. എല്ലാം ഉണ്ട്, പക്ഷെ ഭയങ്കര ഷോർട്ടാണ്. ലൈക്ക് 1.5 to 2 ഡേയ്സിൻ്റെ ഉള്ളിൽ DT ഫുൾ കൺസെപ്റ്റ് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇരിക്കാം. അത്രയും ഷോർട്ടാണ് ബുക്ക്. അപ്പം അങ്ങനെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ കിട്ടുന്നു, ആ കൺസെപ്റ്റുകളെ ഷോർട്ടാക്കി തരുന്നു. അത് വളരെ ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ? നല്ല യൂസ്ഫുൾ ആയിരുന്നു. DT ICAന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇത്ര കട്ടിയുള്ള 2 മൊഡ്യൂളുണ്ട്. അപ്പൊ അതൊക്കെ തീർക്കാന്ന് പറയുമ്പോൾ കുറച്ച് പണിയായ്മ തന്നെ ഇരിക്കാൻ ടൈം ഉണ്ടാവുള്ളൂ. പക്ഷെ ഭാസ്കർ സാറിന്റെ ബുക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോർട്ടായിട്ട് എല്ലാം ഉണ്ടായില്ലേ. അപ്പോൾ പഠിക്കാൻ ഈസി ആയിരുന്നു. ഡയഗ്രാംസ്, പിക്ചർ അല്ലേ, ഒരു പ്രസന്റേഷൻ. So I think we have discussed about group 1, right? So in comparing group 1 and group 2, which is better to study, or which will take more time to study? അത് എനിക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ആണ് ഒന്നും കൂടി ഇഷ്ടം. അപ്പം ഗ്രൂപ്പ് 1 അക്കൗണ്ട്സ് വാസ് ഓക്കെ ഫോർ മീ. പിന്നെ ഉണ്ടായിരുന്നത് ലോ മാത്രമേ കാര്യമായിട്ട് പഠിക്കേണ്ടായിരുന്നുള്ളൂ. ഗ്രൂപ്പ് 2 ഓഡിറ്റിങ്ങും ഉണ്ടായിരുന്നു, SM ഉണ്ടായിരുന്നു. അപ്പോൾ തിയറി സബ്ജക്ട്സ് ഗ്രൂപ്പ് വൈസ് ഞാൻ പറയുന്നതിനെക്കാട്ടും തിയറി സബ്ജക്ട്സിന് കുറച്ചുകൂടി ടൈം എടുത്തു. പ്രാക്ടിക്കലിന് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരുന്നു. So when we come to group 2, the first paper, കോസ്റ്റിംഗ്. Yeah, right. അപ്പോൾ കോസ്റ്റിംഗിൽ എങ്ങനെയാണ് പ്രോബ്ലംസ്, തിയറി? കോസ്റ്റിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കൺസെപ്റ്റൽ ക്ലാരിറ്റിയാണ്. ഓക്കെ, അതെനിക്ക് കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തീരെ അറിയാത്ത ചാപ്റ്റേഴ്സ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അപ്പം പിന്നെ അങ്ങനെ ഓക്കെ ആയി വന്നു. ഈ കോസ്റ്റിംഗ് നമ്മൾ മെറ്റീരിയലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്താൽ മാത്രം പോരാ, ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി കിട്ടണം. കൺസെപ്ച്വൽ ക്ലാരിറ്റിയും വേണം. പിന്നെ അതിന് പുറമെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും. നമ്മൾ എക്സാമിലോട്ട് ചെല്ലുമ്പോൾ ഒരു സെയിം ക്വസ്റ്റ്യൻ വരാറുണ്ടോ, അതോ ഭയങ്കരമായിട്ട് മാറ്റം ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ടോ? രണ്ടും വരാറുണ്ട്. സെയിം ആയിട്ടുള്ളതും വരും, പിന്നെ ചിലത് നമുക്ക് കണ്ട സെയിം ആണെന്ന് തോന്നും, പക്ഷെ അവസാനം എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. റൈറ്റ്. അപ്പോൾ കോസ്റ്റിംഗ് ആണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത സബ്ജക്റ്റുകളിൽ ഫ്രം ദ ബുക്ക് നമ്മൾ ഒന്നുകൂടെ എക്സ്ട്രാ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ മോക്ക് എക്സാം, എക്സ്ട്രാ മെറ്റീരിയൽ അല്ലേ, ഒരു കൂടുതൽ ഫോക്കസ് കൊണ്ട് കോസ്റ്റിംഗ് ആണ്, റൈറ്റ്? കാരണം കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരും. സ്റ്റഡി മെറ്റീരിയലാണെങ്കിൽ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ളത് ഓരോ പോലെയാണ്. അപ്പോൾ നമ്മൾ എല്ലതും ഒരേ പോലെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്താലേ നമുക്കൊരു ഐഡിയ വരുള്ളൂ. റൈറ്റ്. സോ വെൻ വി കം ടു ദ നെക്സ്റ്റ് ഓഡിറ്റിംഗ്, റൈറ്റ്? സോ ഓഡിറ്റിംഗിൽ എങ്ങനെയാണ് ഒരു പഠിത്തം? തിയറി പേപ്പറാണ് അല്ലേ? തിയറി പേപ്പറുകൾ എനിക്ക് തോന്നുന്നു അത് ഓട്ടോമാറ്റിക്കലി കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു പേപ്പറും കൂടെയാണ്. സോ ഓഡിറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ മറ്റു പേപ്പറുകൾ കമ്പയർ ചെയ്യുമ്പോൾ? ഓഡിറ്റിങ്ങും ഞാൻ ഫസ്റ്റ് മിദ്ലാദ് സാർ വന്നപ്പം ആദ്യം എടുത്തത് അന്ന് തന്നെ പഠിച്ചു പോയിരുന്നു. പിന്നെ സാർ ഒന്ന് പോയിട്ട് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് സ്റ്റഡി ലീവിനാണ് മനസ്സിലായത്. ഒന്നുകൂടെ സ്ട്രിക്റ്റ് ആവണമെന്ന് അർത്ഥം. അതായത് അന്നൊന്ന് പഠിച്ചു പോകണം എന്നർത്ഥം അല്ലേ? ഞാൻ അങ്ങനെ ചെയ്തില്ല. അത് സ്റ്റഡി ലീവിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എവിടെ എത്തിയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. സാറിന്റെ ബുക്ക് നല്ലതായിരുന്നു. ലൈക്ക് സ്റ്റഡി മെറ്റീരിയലത്തെ പോലെ തന്നെയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടത്.
ഞാനൊരു 25 days പ്ലാൻ കിട്ടിയിരുന്നു. അപ്പം ഞാൻ ഓഡിറ്റിംഗ് എന്നും പഠിക്കുമായിരുന്നു. കാരണം എനിക്ക് ആകെ കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൺസെപ്റ്റ് അറിയാം, പക്ഷെ ഇത് ബൈ ഹാർട്ടിയാണല്ലോ കീവേഡ്സ് ഒക്കെ. ഈ ഓഡിറ്റ് പോലത്തെ തിയറി പേപ്പറുകൾ മറ്റ് പേപ്പറുകൾ പഠിക്കുമ്പോഴും എന്നും മോർണിംഗ് കുറച്ച് സമയം എന്നും നൈറ്റ് കുറച്ച് സമയം അങ്ങനെ പഠിക്കുന്നൊരു ഇത് നല്ലതാണോ? അങ്ങനെ ചെയ്തിരുന്നു? തിയറി സബ്ജക്ട്സ് എനിക്ക് ബൈ ഹാർട്ടിങ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മോർണിംഗിലാണ് മോസ്റ്റ്ലി നോക്കാറ്. പക്ഷെ ഇനിയിപ്പോൾ തീർന്നില്ലെങ്കിൽ അത് ലേറ്റർ നോക്കും. എസ് എം ഒരു തിയറി ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് പഠിച്ചെത്താത്ത അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് പഠിക്കുമ്പോൾ ഒരു സ്കിപ്പിംഗ് ടെൻഡൻസി എന്തായാലും ഉണ്ടാവും. മേ ബി ഇൻ ടോപ്പിക്സ് ഓർ ഇൻ ചാപ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മോസ്റ്റ്ലി എല്ലാവർക്കും 5th ചാപ്റ്റർ തന്നെയാണ് സ്കിപ്പ് ചെയ്യാൻ തോന്നുക, പഠിച്ചെത്താത്തത് കൊണ്ട് അല്ലേ? പിന്നെ ഞാൻ ഫുള്ളായിട്ട് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തില്ല, അവിടെ ഇവിടെയും ചില പോർഷൻസ് ചെയ്തു. പക്ഷെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല, കാരണം അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു അത് എഴുതാൻ കിട്ടുമൊന്നും ചെയ്തില്ല, എന്തൊക്കെയോ എഴുതൊക്കെ ചെയ്ത്. പിന്നെ ചില കുട്ടികൾ പോയിന്റ്സ് മാത്രം പഠിക്കും. പോയിന്റ്സ് ചാർട്ട് നോട്ട് പഠിക്കും. ഇപ്പോൾ ഞാൻ ചാർട്ട് നോട്ട് കൊടുക്കാറുണ്ട്, കാരണം തീരെ പഠിക്കാൻ പോയിട്ടുള്ള ഒരു ചാർട്ട് നോട്ട് കൊടുക്കും. അപ്പോൾ ആ ചാർട്ട് നോട്ട് എക്സ്പ്ലനേഷൻ കുറവായിരിക്കും, പക്ഷെ അതൊന്ന് ഓർക്കാൻ അവരെ സഹായിക്കും. പക്ഷേ എക്സ്പ്ലനേഷൻ വേണ്ടേ അല്ലേ ആക്ച്വലി എക്സാമിന് എഴുതുന്ന സമയത്ത്? എക്സ്പ്ലനേഷൻ വേണം. ചാർട്ട് നോട്ട്സ് റിവിഷന് മാത്രം യൂസ് ചെയ്യാൻ നല്ലത്, ജസ്റ്റ് കീവേഡ്സ് ഒന്ന് റീകോൾ ചെയ്യാനോ. എനിക്ക് നമ്മൾ കുറേ എക്സാമ്പിൾസ് എഴുതുന്നു ക്ലാസ്സിൽ, പക്ഷെ അതൊക്കെ എഴുതാൻ ഓർമ്മ വരുമോ, അത് എഴുതാൻ പറ്റുമോ അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റർടൈനിങ്ങിനാണ് നമ്മൾ എക്സാംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. റാങ്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഞെട്ടലായിരുന്നു, കാരണം ഓൾ ഇന്ത്യ റാങ്ക് 2. കാരണം സാധാരണ കുട്ടികളോട് ക്ലാസ്സിൽ നമ്മൾ പറയുന്ന സമയത്ത് റാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്കതൊരു തമാശ, അത് ലഭിക്കില്ല എന്നൊക്കെയാണ് ഒരു ചിന്ത, കിട്ടില്ല എന്ന് ചിന്ത. പക്ഷേ അതിനൊക്കെ മാറ്റിമറിച്ച് ഇതുവരെ കേരളത്തിൽ ലഭിക്കാത്തൊരു ഓൾ ഇന്ത്യ റാങ്ക് 2 എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഞെട്ടലായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു റാങ്ക് 2 പോസ്റ്റിലോട്ടൊക്കെ ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു കുട്ടികളോട് പറയുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികളെല്ലാവരും റാങ്ക് പഠിക്കാൻ ആഗ്രഹിക്കും, സോ അവർക്ക് കൊടുക്കാവുന്ന ഒരു 5 കീ പോയിന്റ്സ് എന്താണ്? ഫസ്റ്റ് വൺ, എല്ലാവരും പറയുന്ന പോലെ തന്നെ ബി കൺസിസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ എന്നും ഒരു 1 hour എങ്കിലും, ഇപ്പം നല്ല ബിസി ഡേ ആണ്, എന്തായാലും പോണ ഫംഗ്ഷൻ എന്നാലും 1 hour എങ്കിലും പഠിക്കാൻ നോക്കാം, സ്ഥിരമായിട്ട് പഠിക്കുക. സെക്കൻഡ് വൺ വുഡ് ബി ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ഓൺ ട്രാക്ക് ആണോ ഓർ ആർ വി ലാഗിങ് ബിഹൈൻഡ് എന്ന് അറിയാൻ പറ്റും. ഒരു സെൽഫ് അസസ്മെന്റ് അല്ലേ, ഒരു സെൽഫ് അസസ്മെന്റ്, ഒരു ചെക്ക് ലിസ്റ്റ്. തേർഡ് വൺ വുഡ് ബി സ്മാർട്ട് സ്റ്റഡി ഓവർ സ്മാർട്ട് വർക്ക് ഓവർ ഹാർഡ് വർക്ക്. എല്ലാവരും പറയുന്ന പോലെ തന്നെ, പക്ഷേ ഹാർഡ് വർക്ക് വേണം, അത് സ്മാർട്ടായിട്ട് ചെയ്യാം. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയുമല്ലോ. ഇരിക്കുന്ന ടൈം, കുറേ ടൈം ഇരിക്കണം, പക്ഷേ ഇരിക്കുന്ന ടൈം നല്ല എഫക്റ്റീവ് ആയിട്ട് ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തുക. ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവുക, അതിന്റെ കൂടെ തന്നെ ഒരു സ്മാർട്ട് സ്റ്റഡി നടത്തുക. നെക്സ്റ്റ് ഫോർത്ത് വൺ, നമ്മൾ റാങ്ക് വേണമെന്നുണ്ടെങ്കിൽ റാങ്ക് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിക്കണം. ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് വിചാരിച്ച് പഠിച്ചാലൊന്നും റാങ്ക് കിട്ടില്ല. റാങ്ക് വേണം എനിക്കെന്ന് വിചാരിച്ച് പഠിച്ചാലേ റാങ്ക് കിട്ടുള്ളൂ. ആൻഡ് ഫൈനലി ബിലീവ് ഇൻ യുവർ സെൽഫ്. നമുക്ക് കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുക, ഡൗട്ട് ഉണ്ടാവാണ്ടിരിക്കുക. ഡൗട്ട് എല്ലാവർക്കും വരും, എന്നാലും എങ്ങനെയും ബിലീവ് ഇൻ യുവർ സെൽഫ്, പിന്നെ പ്രാർത്ഥിക്കുക. സാധാരണ ഇപ്പോൾ CA ഒരു അറ്റംപ്റ്റ് എഴുതി കിട്ടാത്തവർ, ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ കിട്ടാത്തവരൊക്കെ ഉണ്ടാവാറുണ്ട്, കൂടുതൽ അത്തരം കേസുകൾ. അപ്പോൾ അവരൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഭയങ്കര സ്ട്രെസ്സായി, ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു ടെൻസ്ഡായി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ റാങ്ക് ആഗ്രഹിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? എനിക്കും ടുവേർഡ്സ് ദി എൻഡ് തന്നെ ആയിരുന്നു സ്ട്രെസ്സ്. ഈ അറ്റംപ്റ്റ് തന്നെ പാസ്സാവണമെന്നുണ്ട് ഉള്ളിൽ, പക്ഷെ എന്നാലും ഞാൻ എന്നോട് തന്നെ പറയും, സ്ട്രെസ്സ് വരുമ്പോൾ അറ്റംപ്റ്റ് പോയാലും കുഴപ്പമില്ല, നെക്സ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പ്ലാൻഡ് ബ്രേക്സ് എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെസ് അങ്ങനെ പോയി പോകും. പിന്നെ നെക്സ്റ്റ് അടുത്ത സ്റ്റഡി സെഷനിൽ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ CA പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്. അതായത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷജറയാണെങ്കിൽ ഉപ്പ, ഉമ്മ, അവരുടെയൊക്കെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉപ്പ ഒരു വലിയ ബിസിനസ്മാനാണ്, മാക്സ് ഫുട്വെയർ. സോ ഉപ്പൊക്കെ എങ്ങനെയാണ് ആ സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത്? ഉമ്മയും ഇപ്പം എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ എന്നെ പഠിക്കുമ്പം വേറെ ഒന്നിനും വിളിക്കൊന്നുമില്ല. ഇപ്പോൾ എനിക്കിവിടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുറത്തൊരു റൂമുണ്ട്, അവിടെ പോയിരുന്നു പഠിച്ചോ, ഇവിടെ ഇരിക്കേണ്ടതും, അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. എനിക്കിഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്തപ്പോൾ എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു, ഓഫ് കോഴ്സ് ഇനി ആർട്ടിക്കൽഷിപ്പാണ്. അപ്പോൾ എന്താണ് ഒരു ഷെസയുടെ പ്ലാൻ? സാധാരണ നാട്ടിൽ ചെയ്യുന്നവരുണ്ട്, പുറത്ത് പോയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, എന്താണ് ഒരു പ്ലാൻ? ഇപ്പം ഞാൻ ആർട്ടിക്കൽഷിപ്പ് Big 4 ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ പേരുടെ അടുത്ത് ചോദിച്ചപ്പം റാങ്ക് ഇല്ലെന്ന Big 4 തന്നെ പോയാൽ മതി, CV-യിലൊക്കെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് Big 4 ആണ് ഇപ്പം നോക്കുന്നത്. ഇനി മാറുമോ എന്നറിയില്ല. ഏതാ, കൊച്ചിയാണോ ബാംഗ്ലൂരാണോ പ്രിഫർ? ബാംഗ്ലൂർ ഭയങ്കര അഡ്വാൻറ്റേജ് ഒക്കെ പറയാറുണ്ട് സാധാരണ. രണ്ടും നോക്കുന്നുണ്ട്, ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.